അപ്പോൾ താണ്ടെ ഞാൻ ഇന്ന് താണ്ടെ ഇവളുമാരെ ഇവിടെ വിട്ടിട്ട് കുറേ ആയല്ലോ. ഇപ്പോഴും താണ്ടെ ഇവളുടെ കൂടുതലല്ലേ. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അയ്യോ അതല്ല, ഇന്ന് ഞാനും സന്ദീപും മാത്രം കൂടെ നമ്മുടെ അച്ചൻകോവിൽ കോന്നി റൂട്ടുണ്ടല്ലോ, ആ റൂട്ടിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ആനനെയോ കഴിഞ്ഞ ദിവസം കരിമ്പുലീനെ കണ്ടില്ലേ, അപ്പോൾ കരിമ്പുലീനെ കാണുമെന്നുള്ള അമ്മല വരെ കടുവേനെ കിട്ടിയതല്ലേ അമ്മല കുരങ്ങൻ. അമലയുടെ ഒരു ഈവിയുടെ വീഡിയോ ഉണ്ട്. അമലയുടെ തലയും കുരങ്ങൻ്റെ ബോഡിയും വെച്ചിട്ട് അഖിലൊരെണ്ണം എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ താണ്ട് ഇന്ന് കാർബണിന് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവൻ സ്റ്റാർട്ടാവുന്നില്ല. കഴിഞ്ഞ ദിവസം താണ്ട് അമല സ്റ്റാർട്ടാക്കാൻ നോക്കി. SSIT എറണാകുളത്താണ്, അല്ലെങ്കിൽ SSIT ആ റൂട്ടിൽ കയറാൻ ഇച്ചിരി പാടാം. അപ്പോൾ താണ്ട് സന്ദീപ് വരാമെന്ന് പറഞ്ഞിട്ട് ആശാൻ ഇതുവരെ എത്തിയിട്ടില്ല. ഇങ്ങനെയാണ് കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ പുള്ളി മിക്കവാറും ഇന്ന് കയറാൻ പോലും അച്ചൻകോവിൽ പോയാൽ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞായിരിക്കും തമ്മിൽ. അച്ചൻകോവിൽ പോയിട്ട് തിരിച്ചു വന്നതായിരിക്കും മിക്കവാറും നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഇരുന്നൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും സന്ദീപ് സാറ് എത്തിയിട്ടുണ്ട്. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓൺ ടൈമാണ് പുള്ളി. അതല്ല, അതെനിക്ക് തിരിച്ചു വേണം. ഹോട്ട് വീൽസ് ഒക്കെ അതല്ല നിന്റെ ഗിഫ്റ്റാ, താഴെ ഇരിക്കുന്നുണ്ട്. നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, പുള്ളിയുടെ കല്യാണം. അപ്പോൾ തഞ്ചാവൂർ പോയി അവന് സാരി എടുക്കണം. എന്നല്ലടാ എടപ്പാടെ സാരി എടുക്കണ്ട പറ, നാണമാണ് എടപ്പാറേടാ. വലിയ നാണക്കാരനാ, വളർന്നിട്ട് നാണം മാറിയിട്ടില്ല. അപ്പോൾ ഇത് സന്ദീപിൻ്റെ ഫോർഡ്. ഇതിൻ്റെ വണ്ടിയുടെ പേരെന്താ? ഫിഗോ അല്ലേ. പുള്ളി മറ്റേ ഫോർഡ് തീരാറായപ്പോൾ പോയി എടുത്ത നല്ല വണ്ടിയാന്ന് പറഞ്ഞു. ഇങ്ങനെയുണ്ടെങ്കിൽ ആണോ 3 കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്തല്ലേ. അപ്പോൾ നല്ല വണ്ടി. അപ്പോൾ ഞങ്ങൾ ഇതിന് പോകുന്നു വെച്ചാൽ നമുക്ക് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടല്ലോ. പിന്നെ എൻ്റെ കയ്യിൽ ഇവിടെ BM പോകാൻ പറ്റില്ല, പിന്നെ കാർബൺ എന്താണെങ്കിലും പോകാൻ പറ്റില്ല, SSIT പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെ സെലറി ആയിരുന്നു. ടിയാഗോ റേഞ്ച് ഇപ്പം ഇച്ചിരി ചാർജ് കുറവ്, അപ്പോൾ അതുകൊണ്ട് അത്രയും ദൂരം പോകാനുള്ളൊരു റിസ്ക് എടുത്തില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ എൻ്റെ മല്ലികശ്ശേരി വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇവിടെ മാത്തൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിലൊരു SBIയിലുള്ളൊരു ചങ്കുണ്ട്, നിങ്ങൾ കണ്ടിട്ട് കാണില്ല. എന്നോട് ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മാത്തൻ എന്ന് പറയുമ്പോൾ തന്തീന് ചിരി എന്താണെന്ന് അറിയത്തില്ല. ഇതാണ് കേട്ടോ നമ്മുടെ മാത്തൻ, മറ്റേ SBIയിലുണ്ടെന്ന് പറഞ്ഞു. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ, ബഹുമാനിക്കാൻ ശീലിക്കണം. പുള്ളിക്ക് പബ്ലിസിറ്റി ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇച്ചിരി കൊടുത്തേക്കാം. ഞങ്ങൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നാൽ അതുകൊണ്ട് ചായ പറഞ്ഞിട്ടുണ്ട്. മാത്രമൊരു പഴംപൊടിയും കഴിക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ട ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. സന്ദീപ് ഇവിടെയോ? അപ്പോൾ ഇവിടെ ആനയെ കണ്ടെന്നാണ് സന്ദീപ് പറയുന്നത്. പുറകിൽ മാത്രം ഇരിപ്പുണ്ട്, പബ്ലിസിറ്റി ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. ആണ്ട് ആനയാണത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 5 മണിയായപ്പോൾ കയറുന്നു. 6 എന്നടാ സൗണ്ടൊക്കെ കേൾക്കുന്നു. അവന് മേല പറഞ്ഞോ. പുള്ളി പറഞ്ഞു റോഡൊക്കെ മോശമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മീഡിയ എന്ന് പറഞ്ഞു. അതിനുവേണ്ടി കുഴപ്പമൊന്നുമില്ല. എപ്പോഴാണ്, അതായത് ഇവിടുന്ന് 6 മണി കഴിഞ്ഞാൽ കയറ്റി വിടത്തില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് എപ്പോൾ വേണമെങ്കിലും വരാം. ഞങ്ങൾ ആദ്യത്തെ ഒരു സ്പോട്ടിങ് കണ്ടു, ഒരു കുരങ്ങനെ. ഇപ്പോൾ സന്ധ്യ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. എന്നാടാ നാണാണോടാ? അപ്പോൾ ഇതാണ് ആ പ്രോപ്പർ ഫോറസ്റ്റ് റൂട്ടെന്ന് പറയുന്നത്. മാത്രമേ വീഡിയോക്കകത്ത് കാണിക്കരുത് കേട്ടോ. അല്ലേ അവനെ ബ്ലർ ചെയ്തിട്ട് തലയിൽ ഇത് ചെയ്തിട്ട് അവൻ്റെ പേര് വിളിക്കുമ്പോൾ ബീപ് ബീപ് ബീപ്. അപ്പോൾ ഞങ്ങൾ കണ്ട കാട്ടിലോട്ട് കയറി. പുള്ളി ഞാൻ സെലേറി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്ത് സെലേറിയോ, മറ്റേ നമ്മുടെ ഇതിന് വേണ്ടി പേരായിരുന്നു ഫിഗോ മതി ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഇതുപോലെ വഴി അങ്ങറ്റം വരെ എന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾ ഈ റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. വണ്ടിയുടെ അടപ്പിറങ്ങാനുള്ളൊരു സാധ്യത കാണുന്നു. ആ സ്ഥലത്താണ് അവരൊന്ന് കരിമ്പുലിനെ കണ്ടെന്ന് പറഞ്ഞ വീഡിയോ ഇട്ടത്. ഇപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും കാണുന്നില്ല. മാത്താ അവിടെ വെച്ചാൽ കരിമ്പുലിയെ ഒരു സ്പോട്ട് ചെയ്തത്. ഇതിനാകില് മറ്റേ ടെറർ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ട് അവിടെ വെച്ചാൽ കരിമ്പുലിയെ ഒരു സ്പോട്ട് ചെയ്തത്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. പുള്ളിക്ക് കയറാൻ തോന്നില്ലെന്ന് പറഞ്ഞു. സ്ഥലത്തോടൊരു പ്രണയം തോന്നിയിരുന്നു. അല്ലേ ദേ സന്ധ്യനെ ഞാൻ വയറിലാക്കും കേട്ടോ. എൻ്റെ മോൻ ഇവിടെ ആയിട്ടാണ് അവർ സ്പോട്ട് ചെയ്തേ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക കേട്ടോ, കരിമ്പുലിനെ വല്ലതും കാണുന്നുണ്ടോ. എന്നെ മാത്രം നീ പറഞ്ഞ കാട്ടിന്ന് പറഞ്ഞപ്പോൾ എന്ത് കാട്ടാനാന്നോ? എന്നാടാ നീ എന്നെ കീച്ചത്? നീ എന്നെ അടിച്ചു വിട്ട് അവനോട് ഞാൻ കാട്ടി എന്ന് പറഞ്ഞപ്പോൾ അവന് പുച്ഛം. കാട്ടി അവൻ വക്കെന്നൊക്കെ ചോദിക്കും. ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷൊന്നും എനിക്ക് വഴങ്ങില്ല. അവർ വരുന്ന വഴിക്ക് കാട്ടി എന്ന് പറഞ്ഞൊരു സാധനത്തിനെ കണ്ടെന്നാ പറഞ്ഞു. അതായത് കാട്ടുപോത്തിനെ കണ്ടെന്നാ പറഞ്ഞു. നമ്മളിപ്പോൾ കുറച്ച് ചങ്ങേ ഇപ്പം ഞങ്ങൾ മറ്റേ ഇപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് 2 കാട്ടുകോഴീനെ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ നിർത്തിയതാ.
ഇതല്ല അമ്മമാര് പറഞ്ഞ കുറേ ദൂരം മുമ്പുള്ള അതല്ല അണ്ടേ അവിടെ ആ തോട്ടില് നിന്ന് ഒരു കാട്ടി വെള്ളം കുടിക്കുന്നുണ്ട്. ആറ്റി നിന്നൊരു എൻ്റെ മോനെ ഞങ്ങൾ കണ്ടേ ഒന്നല്ല 2 കാട്ടീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവൻ്റെ S24 അൾട്ര അതിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. കണ്ടേക്കുന്നത് 2 കണ്ടോ? അതിൻ്റെ ക്ലിപ്പോട് ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തന്നേക്കാം. ഇവിടെ ഒരു ബ്ലാക്ക് സാധനം കിടപ്പുണ്ട്. അത് കരിമ്പുലിയാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി ബീലി ഇല്ലടാ. പുള്ളി പെൺമയിലിനോട് ബീലി വിടത്താനൊക്കെ എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട കേട്ടോ. ഞങ്ങൾ കുറച്ചിങ്ങോട്ട് വന്ന് ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുണ്ടോ ഇതിന് ചുറ്റും തണ്ട കിടങ്ങൊക്കെ കുഴിച്ചിട്ടേക്കുന്നുണ്ടോ? മാത്രം പറഞ്ഞ് വെള്ളം ഒഴുകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആനിമൽസ് പ്രസൻസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ഒരു പാമ്പ് അങ്ങ് പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ നോക്കിയത്, പക്ഷേ അത് കിട്ടിയില്ല. ഇതെന്തോ ചോറ് വിളമ്പിയിട്ടേക്കുന്നു. പക്ഷികൾക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? കൊള്ളാം. നല്ല നല്ല ആചാരങ്ങൾ. നല്ല രസമുണ്ട് കേട്ടോ അല്ലേ? ഗൈസ് കരിമ്പുലിയാണെന്ന് തോന്നുന്നു. കരിമ്പാറ പോലത്തെ മനസ്സാന്ന് പറഞ്ഞത്. ഞങ്ങളും കണ്ടടാ കരിമ്പുലിനെ. കരിമ്പുലി അല്ല കേട്ടോ, അതെന്താ അണ്ണാനാ. ഓ നീ 2 കണ്ടില്ലായിരുന്നോ? ഞാൻ 2 കണ്ടു. വേണ്ടിക്കുന്നു എടാ മോനെ. ആ 2 ആദ്യം സ്പോട്ട് ചെയ്ത് ഞാൻ. മത്തൻ 1 അത് ഇലയാടാ, അത് തോന്നുന്നു. ഏതാടാ ഏതാടാ മൊത്തം? ഏതാടാ? 1 ഞാൻ കണ്ടു പോള്. ഞാൻ 2 കണ്ടിട്ടുള്ളൂ കേട്ടോ. 1 2 ആ ഞങ്ങൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങളെ ബാക്കി സീൻസൊക്കെ മറ്റേ അഖില് കാണിച്ച് കാണും. മടുത്തു, ടയേർഡായി. സന്ദീപ് പറയട്ടെ, എന്നെ പറഞ്ഞത് പറയാനല്ലോ ഒന്ന് പറ. ഭാരതമാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ.